വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പഠിക്കാം. തട്ടുകടയിൽ കിട്ടുന്ന പൊറോട്ട നമുക്ക് വീട്ടിലുണ്ടാക്കാം. എനിക്കും അറിയില്ല പൊറോട്ട ഉണ്ടാക്കാൻ, ഞാനും പഠിക്കുകയാണ്. നമുക്കൊന്നിച്ച് പഠിക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട ഒരെണ്ണം, ഷുഗർ, ഉപ്പ്, മൈദ 1 kg, വെള്ളം ആവശ്യത്തിന്. ഇനി ആ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് ലയിപ്പിക്കുക. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് നന്നായിട്ട് ലയിപ്പിക്കുക. അതിനുശേഷം ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് പകുതി വെള്ളം ഒഴിച്ചു. അതിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കുക. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് മുട്ടയും വെള്ളവും കൂടി യോജിച്ച് വരണം. അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നു. പഞ്ചസാര, മുട്ട, വെള്ളം, ഇത് മൂന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് മൈദ കുറേശ്ശെ ചേർക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കുക. മൈദ ചേർത്തിട്ട് കൈകൊണ്ട് കുഴക്കുന്നതാണ് നല്ലത്. അത് മാറ്റി കൈകൊണ്ട് നല്ല രീതിയിൽ കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ച് നല്ല ഫുൾ മൈദയും ഇട്ട് ബാക്കിയുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചു. അതിനുശേഷം ഈ പാത്രത്തിലിട്ട് ഇങ്ങനെ കുഴച്ചാൽ ശരിയാവത്തില്ല. ഈ ഫ്ലാറ്റായിട്ടുള്ള സ്ലാബിലിട്ടിട്ട് കുഴയ്ക്കണം, തേച്ച് കുഴച്ചെടുക്കണം. അതിന് നമ്മൾ ഈ ടൈലിലിടുകയാണ്. ടൈലിലിട്ടിട്ട് നന്നായിട്ട് തേച്ച് കുഴയ്ക്കുന്നു. കൂടുതൽ മാവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ട് കുഴച്ച് നല്ല മയമാക്കിയെടുക്കുക. മാവ് നല്ല സ്മൂത്താക്കിയെടുക്കുക. സ്മൂത്താക്കിയെടുത്ത ശേഷം മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം, ഒരു അരമണിക്കൂർ. അപ്പം മാവ് നന്നായിട്ട് കുഴച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഡാൽഡ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിപ്പിച്ചാൽ മാവ് ഉണങ്ങിപ്പോവില്ല, നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും. മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാവിൽ നിന്ന് ഒരു ചെറിയ പീസ് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ട് നമുക്ക് ഓരോ ബോളാക്കി എടുത്ത് മാറ്റണം. ഇത് ബോളാക്കുന്ന ഒരു പ്രത്യേക മെത്തേഡിലാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇങ്ങനെയെല്ലാം നമ്മുടെ കൈക്കുള്ളിൽ നല്ലപോലെ ചുരുട്ടി വെച്ചിട്ട് ബലൂൺ പോലെ ഇങ്ങനെ വീർപ്പിച്ചെടുക്കുക. ഇങ്ങനെ അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ബോൾ കിട്ടും. അങ്ങനെ വേണം ഇത് ബോളാക്കി എടുക്കണം. അങ്ങനെ എല്ലാം അങ്ങനെ ബോളാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് ഓയിൽ കപ്പിൽ ഒഴിച്ചിട്ട് കുറച്ച് ഡാൽഡ ചേർത്ത് മിക്സ് ചെയ്ത ഓയിലാണ്. ആ ഓയിൽ നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കാം. തേച്ചിട്ടാണ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നമ്മൾ കുറച്ച് ടൈം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മാവ് ഉരുട്ടി ഇങ്ങനെ വെക്കണം കുറച്ച് ടൈം. ഇപ്പോൾ എത്ര സമയം നമുക്ക് 1 hour അല്ല ഹാഫ് ആൻ അവർ 1 hour ഒക്കെ വയ്ക്കാം. ഇത് ഹാഫ് ആൻ അവർ വെച്ചു ഇങ്ങനെ. അതിന് ശേഷമാണ് നമ്മളിതിനെ ഉണ്ടാക്കാൻ പൊറോട്ടയാക്കി മേക്ക് ചെയ്തത്. ഇതുവരെ ഇങ്ങനെ എല്ലാ ബോളിലും നന്നായിട്ട് ഓയിൽ പുരട്ടണം. നല്ലപോലെ ഓയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫുഡാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഇതൊന്നും കഴിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ടും ഇതായിട്ടും കിട്ടാൻ ഇത് നല്ലപോലെ ഓയിൽ ചേർക്കണം. ഇത് ഡാൽഡയും റിഫൈൻഡ് ഓയിലും കൂടി മിക്സ് ചെയ്തതാണിത്. ചേർത്തിട്ട് പരത്താണ്. ഇതാണ് കുറച്ച് പാടുള്ള ഇതിനകത്തുള്ളൊരു പ്രശ്നം. ഇത് എന്താ പറയുക, വീശയല്ല, പൊറോട്ട വീശുക എന്നൊക്കെ പറയില്ലേ, പൊറോട്ട അടിക്കുക, പൊറോട്ട വീശുക എന്നൊക്കെ പറയുന്നത്, അതാണ് സംഭവം. ഇതെനിക്ക് തീരെ വരുന്നില്ലായിരുന്നു. ഇത് ശരിക്കും എനിക്കിന്ന് പഠിപ്പിച്ച് തരുന്നതാണ്. ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഹസ്ബൻഡുണ്ട്, എല്ലാവരും കൂടി ഞങ്ങളൊരു വീക്കെൻഡ് എൻജോയ് ചെയ്യാണ്. പൊറോട്ട ഉണ്ടാക്കി എൻജോയ് ചെയ്യണം. അപ്പം എന്നാൽ ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ അവരെന്നെ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങനെ ഈ വീഡിയോ ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഒറിജിനൽ മാസ്റ്റർ, സുജിത്ത് എന്നാണ് പേര്. പുള്ളി നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കും. പൊറോട്ട മാത്രമല്ല, എല്ലാ ഫുഡും നന്നായിട്ട് ഉണ്ടാക്കും. സുജിത്താണ് പൊറോട്ട ഉണ്ടാക്കിയത്. ഞാൻ വെറുതെ പഠിക്കുക മാത്രമേ ചെയ്തത്. അതിൻ്റെ കൂടെ ഓരോന്ന് ചെയ്ത് പഠിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ എളുപ്പമാണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് 2-3 വട്ടം ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് ചെയ്യാൻ.
ഞാൻ ട്രൈ ചെയ്യാണ്, നമുക്ക് വീശി നോക്കാം വരുമോ എന്ന്. ശരിയാവുന്നില്ല, കുറേ കഷ്ടപ്പെട്ടു. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഇത് ചെയ്താണ് കുറച്ചെങ്കിലും ചെയ്യാനായിട്ട് പഠിച്ചത്. കുറച്ച് പാടാണ് ഈ കൈ ഒരു കാര്യം മാത്രം, ബാക്കിയെല്ലാം ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഞാനും അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി. ഇതിങ്ങനെ വീശിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ തൂവി കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നല്ല ലെയർ നന്നായിട്ട് കിട്ടാനായിട്ട് നല്ലതാണ് മൈദ തൂവി കൊടുക്കുന്നത്. ഇത് രണ്ടായിട്ട് കീറിയെടുത്തിട്ട് വൺ സൈഡ് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ചുരുട്ടി ഇങ്ങനെ റോസാപ്പൂ പോലെ ഇങ്ങനെ ആക്കി ചുരുട്ടിക്കുക, ഇങ്ങനെ വയ്ക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊക്കെ ഈസിയാണ്, ആ ഒരു വീശൽ മാത്രമേ ഉള്ളൂ ഡിഫിക്കൽട്ട്. പിന്നെ വേറൊരു ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ വീശിയെടുത്തിട്ട് 4 വശവും മടക്കിയെടുക്കുക. ഇങ്ങനെ 4 വശവും മടക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതും നല്ല ടേസ്റ്റിയാണ്, നല്ലതായിട്ട് വരും. അങ്ങനെയും ഉണ്ടാക്കാം നമുക്ക്. ഇതെല്ലാം സുജിത്ത് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. ഇനി പൊറോട്ട ഉണ്ടാക്കാൻ പരത്താനേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, പതുക്കെ ഒന്ന് അടിച്ചടിച്ച് കൊടുക്കുക, ചുറ്റിനും അടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതുണ്ടാക്കാനുള്ള കല്ലിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലിടുക. നമ്മളിത് വീട്ടിൽ ദോശക്കല്ലിലും ഉണ്ടാക്കാം കേട്ടോ. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ ദോശക്കല്ലിലുണ്ടാക്കാം. ഇത് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വലിയ ദോശക്കല്ല് കൊണ്ട് വെച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ദോശക്കല്ലിലുണ്ടാക്കാം. 4 ഇത് ഒരു വശം നന്നായിട്ട് ഇതാകുമ്പോഴേക്കും എണ്ണ ഒഴിച്ച് കൊടുക്കുക മുകളിൽ. അതിനുശേഷം മറിച്ചിടണം. മറിച്ചിട്ടു. നല്ല ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആകുമ്പം എല്ലാം മറുവശം മറിച്ചിട്ടു. 2 വശം ഒറ്റ പ്രാവശ്യം മറിച്ചിട്ടാൽ മതി. മറിച്ചിട്ടു. ഇതപ്പോൾ ആയിട്ടുണ്ട്, നമുക്കിതെടുക്കാം. ഇനി ഇത് വെച്ച് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. 3-4 എണ്ണം ഒന്നിച്ച് വെച്ചടിക്കണം. നല്ലപോലെ ഇങ്ങനെ അപ്പോൾ നല്ല ലെയറായിട്ട് ഇങ്ങനെ വരും. എല്ലാം നല്ല എന്താ പറയുക, നല്ല വിട്ട് ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വരും. നോക്കിക്കേ, കാണുന്നില്ലേ നല്ല ലെയറായിട്ട് വന്നേക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, ഉള്ളത് പറയണം, നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഈ നാട്ടിലായിരുന്നപ്പോൾ ഇത്രയും നല്ല പൊറോട്ട കഴിച്ചിട്ടുള്ളൂ. ഇവിടെ വന്ന ശേഷം ഇങ്ങനത്തെ നല്ല പൊറോട്ട കഴിച്ചിട്ടില്ല. ഇങ്ങനെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല. ഇത് ശരിക്കും നല്ല സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഇത് ഞങ്ങൾ വെറുതെ ഒരു പരീക്ഷണം നടത്തിയതാണ്. വാഴയില ഉണ്ടായിരുന്നു, അപ്പോൾ വാഴയിലയിൽ ഇതിങ്ങനെ അടുക്കി വെച്ച് കിഴി ഉണ്ടാക്കി. അപ്പോൾ ഇതിങ്ങനെ വാഴയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് അടിയിൽ ഫോയിൽ പേപ്പർ വെച്ച് അതിങ്ങനെ കവർ ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നമ്മൾ ചൂടായ ദോശക്കല്ലിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കും. അപ്പോൾ അത് ഒന്നുകൂടി കുക്കാവും. അതിന് ശേഷം അത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ, അതിനു വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഒരു കുഴപ്പം പറ്റി, ഈ കിഴി അഴിച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു. അതിനായിട്ട് കിഴി ആരും ബാക്കി വെച്ചില്ല. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും എടുത്ത് കഴിച്ചു തീർത്തു. അതുകൊണ്ട് സോറി, കാണിക്കാൻ പറ്റിയില്ല. പൊറോട്ട ഇതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.